മിനീസ് അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഞാൻ അഴകൊടി അമ്പലത്തിലേക്ക് പോയി. ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. 61 വയസ്സ് കഴിഞ്ഞ് 62ലേക്ക് കടന്നു. എത്ര പെട്ടെന്നാണ് വർഷങ്ങളൊക്കെ പോകുന്നത്. നമുക്ക് അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് കാണാം. ഇതുവരെ എനിക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്ന് സംരക്ഷിച്ച ഭഗവാനോട് നന്ദി പറഞ്ഞ് ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് ഞങ്ങൾ പോയത്. സുപ്രഭാതം എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്നത് മസാല ദോശയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി. ഉച്ചക്കത്തെ കൊണ്ട് വീട്ടിൽ തന്നെയാണ് തയ്യാറാക്കിയത്. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. കുറച്ച് ചോറും ക്യാരറ്റ് ഉപ്പേരി, പച്ചക്കറി, പിന്നെ ഫിഷ് ഫ്രൈ, കുറച്ച് ഫിഷ് കറി, അതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അമ്പലത്തിൽ പോയപ്പം പുഷ്പാഞ്ജലി നേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പായസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പ്രത്യേക പായസമൊന്നും ഉണ്ടാക്കിയില്ല. എല്ലാ വർഷവും എൻ്റെ ബർത്ത്ഡേക്കും വെഡ്ഡിങ് ആനിവേഴ്സറിക്കൊക്കെ മോളും ഹസ്ബൻഡും ചേർന്ന് കേക്ക് അയക്കാറുണ്ട്. അങ്ങനെ ഈ പ്രാവശ്യവും അവർ കേക്ക് അയച്ചിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം എൻ്റെ ഫ്രണ്ട്സ് ചേർന്നിട്ട് കേക്ക് കട്ടിങ് കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. മകളും മകളുടെ ഹസ്ബൻഡും എൻ്റെ യൂട്യൂബിന് വേണ്ടി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. 1 മില്യൺ സബ്സ്ക്രൈബർ ആവട്ടെ എന്ന ലെറ്ററും കൂടി അതിൽ വെച്ചിരുന്നു. അത് എപ്പോഴാണ് ആവുന്നത് ദൈവത്തിനെ അറിയും. അന്നത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം വീട്ടിലേക്ക് വന്നു. കേക്ക് കട്ടിങ്ങിന് പങ്കെടുക്കാനാണ്. അവർക്ക് വേണ്ടി ഞാൻ കുറച്ച് പഴംപൊരിയും ലെമൺ ജ്യൂസും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങൾ സന്തോഷമായി കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും ചേർന്ന് കഴിച്ചു. ഹാപ്പി ബർത്ത്ഡേ സോങ് പാടിയത് ഗൗരി മോളാണ്. എൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് കട്ടിങ്ങിന് ഫ്രണ്ട്സെല്ലാം വന്നതുകൊണ്ട് വളരെ സന്തോഷമായി. ഞങ്ങളെല്ലാവരും ചേർന്ന് കേക്ക് കട്ട് ചെയ്ത് കേക്കെല്ലാം കഴിച്ചു. എന്നും ഇതുപോലെ കുറേ വർഷം ജീവിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് എല്ലാവരും എന്നെ വിഷ് ചെയ്തു. നല്ല രസമായിരുന്നു എല്ലാവരും കൂടി ചേർന്നപ്പോൾ. ഞാൻ ഉണ്ടാക്കിയ പഴംപൊരിയും ലെമൺ ജ്യൂസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ദിവസം ഈവനിങ് ഞങ്ങൾക്ക് ഒരു പാർട്ടിക്ക് പോകാനുണ്ട്. അതുകൊണ്ട് ഞാൻ അധിക വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മിനീസ് അടുക്കള സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ. വീണ്ടും കാണാം.